ഹരേ കൃഷ്ണ. ഹനുമാൻ വീരഹനുമാനായുടെ കഥയുടെ ബാക്കി ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ശ്രീരാമനും ഹനുമാനും കൂടെ യുദ്ധം നടത്തുകയായിരുന്നു. അപ്പോഴേക്കും വിശ്വാമിത്രൻ ഓടിയെത്തിയെന്നാണ് പറഞ്ഞു നിർത്തിയത്. വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, യുദ്ധം നിർത്തി ഹനുമാന് മാപ്പ് നൽകൂ. എൻ്റെ അഹങ്കാരം ശമിച്ചിരിക്കുന്നു. യയാതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല ഗുരുദേവ, അങ്ങയുടെ ആജ്ഞ പാലിക്കാതെ ഞാൻ പിന്മാറുകയില്ല. ആഞ്ജനേയ, ഈ രാമബാണം നിന്റെ ഹൃദയം പിളർക്കും. ഇനിയെങ്കിലും യയാതിയെ നമ്മെ ഏൽപ്പിച്ചിട്ട് നീ യഥാർത്ഥ ഭക്തനാണെന്ന് തെളിയിക്കൂ. ഇത് കേട്ട് ഹനുമാൻ ശ്രീരാമനോട് ഭക്തിപൂർവം പറഞ്ഞു, ഞാൻ എന്നും അങ്ങയുടെ ഭക്തനാണ്. ശരണം നൽകിയിട്ടു ഉപേക്ഷിക്കുന്നവന് അവിടുത്തെ യഥാർത്ഥ സേവകനാവാൻ കഴിയില്ല. പ്രഭോ, രാമബാണം പ്രയോഗിച്ചാലും എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ഇരു കൈകൾ കൊണ്ടും തൻ്റെ മാറിടം പിളർന്നു. രാമബാണം ആഞ്ജനേയ ഹൃദയം തുളച്ചു കിടന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഹനുമാന്റെ ഹൃദയസ്ഥാനത്ത് സീതാരാമന്മാരുടെ രൂപം തെളിഞ്ഞു വന്നു. ഈ സമയം നാരദൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വാൽക്കോട്ടയുടെ പിറകിലെത്തി മുട്ടി വിളിച്ചു, യയാതി, ഇറങ്ങി വരൂ. രക്ഷപ്പെടാൻ ഇതാണ് നല്ല അവസരം. മാനവ ശ്രേഷ്ഠൻ വാൽ മെല്ലെ ഇളക്കി കൊടുത്തു. പേടിക്കേണ്ട, ഇറങ്ങി വരൂ. യയാതി അങ്ങനെ പുറത്തു വന്നപ്പോൾ നാരദർ പറഞ്ഞു, വേഗം പോയി വിശ്വാമിത്രൻ്റെ കാൽക്കൽ തലവെച്ച് കിടന്നുള്ളൂ. ബാക്കി കാര്യം ഞാനേറ്റു. യയാതി ഓടിച്ചെന്ന് വിശ്വാമിത്രൻ്റെ കാൽക്കൽ തലവെച്ച് കിടന്നു. മഹർഷി, മാപ്പ് തന്നാലു മഹർഷി, എനിക്ക് മാപ്പ് തരൂ. പെട്ടെന്ന് ശ്രീരാമൻ തൻ്റെ ബാണം കാശിരാജാവിൻ്റെ നേർക്ക് തൊടുത്തു വിടാനൊരുപ്പെട്ടു. രാമചന്ദ്ര, അരുത്. വിശ്വാമിത്ര മഹർഷിയുടെ ശബ്ദം നിറവേറിയിട്ടും യയാതിയെ വധിക്കുന്നത് അധർമ്മമാണ്. മഹർഷി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഗുരുവിൻ്റെ ശബ്ദം നിറവേറിയെന്നോ? അതെ, പറയാം. ഹരേ കൃഷ്ണ.